ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് 2 കപ്പ് ചോറും 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയേക്കാൾ 10 മടങ്ങ് ടേസ്റ്റിലുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അധികം നേരം ബുദ്ധിമുട്ടൊന്നും വേണ്ട. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ കറിയുടെ ആവശ്യം പോലും ഇല്ല കേട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് ചോറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ അളന്നെടുത്തിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള പൊടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 കപ്പ് ചോറ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബൗളിൽ അളന്നെടുത്താൽ മതി. എന്നിട്ട് ഒരു അരപ്പാത്രം വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒലിവ് ഓയിൽ വേണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ചിലവരുടെ ചോറ് അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എനിക്ക് അരപ്പാത്രം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഒരു പാത്രം ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പാത്രം ഗോതമ്പ് പൊടി തന്നെ എടുക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ ആണെങ്കിൽ ഞാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദമാവ് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടും വെറും മൈദമാവ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2ഉം കൂടിയും ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഇതിലേക്ക് കറക്റ്റ് പൊടിയാണ് കേട്ടോ 2 പാത്രം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ 1 സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മളിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാകും കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ല സെറ്റാക്കി എടുക്കാം. ചോറാകിയോണ്ടാണ് കേട്ടോ നമ്മൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ ഇത് കൂടുതൽ നേരം വെച്ച് കുഴച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മളിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നാലും 1-2 മിനിറ്റോളം, ഒരു 1.5 മിനിറ്റോളം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് ഓരും കൂട്ടി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളമാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പൊടി കുറേശ്ശെ ഇട്ടിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. വീണ്ടും വെള്ളം ഒഴിച്ചെടുക്കണ്ട കേട്ടോ. നമ്മൾ ആ ചോറിലേക്കുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. പൊടി കമ്മിയാക്കി എടുത്താൽ മതി. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് ഈ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിലേക്കൊന്നും ആക്കി കൊടുക്കണില്ല. ഇപ്പം നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിച്ചതൊന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് ഒരു 1.5 മിനിറ്റ് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടല്ലോ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല. നല്ല ലൂസായി പോകരുത്, എന്നാൽ നല്ല ടൈറ്റായിട്ടും പോകരുത്. അത്യാവശ്യം ഒരു ഇതിൽ വേണം കേട്ടോ എടുക്കാൻ. ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ നമുക്ക് ഇരിക്കും തോറും ഇത് ബലം വെക്കല്ല കേട്ടോ ചെയ്യാൻ. നമ്മുടെ ഈ ഇത് നല്ല പൊറോട്ട നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് വെക്കും തോറും കൂടുതൽ സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് അത്ര നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടില്ല. നമുക്കിത് അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര എടുത്തിട്ടുള്ളോ അതിനനുസരിച്ച് നമുക്കൊരു അളവുണ്ടാവുമല്ലോ, അതിനനുസരിച്ച്. ഇപ്പം ഞാൻ എടുത്ത അളവിന് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് നെയ്യില്ല എന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ നെയ്യൊന്ന് ഇതിൽ അലിയുന്ന വരെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നല്ലോണം ചൂടായി പോകണ്ട, എന്നാൽ ഒന്ന് ചൂടായി കിട്ടും വേണം.
നമ്മൾ വിരലൊക്കെ ഇട്ടാൽ പൊള്ളാത്ത തരത്തിൽ എണ്ണയിൽ വിരലിട്ട് നോക്കരുതേ. അപ്പോൾ ഇതൊന്ന് ചൂടാകുക. അത് നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും പാചകം ചെയ്യുന്നവർക്ക് അറിയാമല്ലോ എത്രയുണ്ട് ഇത് ചൂടായിട്ടുണ്ടാവും എന്നുള്ളത്. നല്ലോണം ചൂടാവേണ്ട. അപ്പോൾ അതാ ഇത് ചൂടായിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ നെയ്യൊക്കെ ഇതിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണ് നമ്മൾ സാമ്പാർ പൊടി എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ മിക്സാക്കി എടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ തൊട്ട് കാണിച്ചിട്ട് പതിയെ തൊടുമ്പത്തിന് നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ മാവ്. ഇനി ഞാനിതൊന്ന് 2 മുറിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നീളത്തിലാക്കി എടുക്കുക ഒരു പാട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളകളാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ കൈവെള്ളയിൽ കൊള്ളണതിനനുസരിച്ചിട്ടുള്ള ഉരുളയാണ് ആക്കി എടുക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ എടുക്കുന്നത്. ഇങ്ങനെ എല്ലാതും ഇതുപോലെ എടുക്കുക. അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാതും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്നാക്കി ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ മാവ്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ ആക്കിയെടുക്കണമെന്നല്ല, വെറുതെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താലും മതി. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. പൊടിയിട്ട് കൊടുക്കണ്ട, എണ്ണ തടവി കൊടുത്താൽ മതി. ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ നീളമുള്ള കുഴലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പതിയെ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ അമർത്തി കൊടുക്കേണ്ട, പതിയെ തൊട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് എങ്ങനെ കനലാണ്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടോ അതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. നല്ലോണം പരന്ന് പോകണ്ട, എന്നാൽ അത്യാവശ്യം പരത്തിയെടുക്കും ചെയ്യുക. ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി നമ്മുടെ മാവിൽ വെച്ചിട്ട് കേട്ടോ എല്ലാ ഭാഗത്തേക്കും. കണ്ടല്ലോ ഇതുപോലെ നമുക്ക് അത്യാവശ്യം കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. അതിനാണ് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പോവാണ്ടിരിക്കാനാണ് കേട്ടോ നമ്മൾ എണ്ണ തൂവി കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ ഇത്രയും മതി നമുക്ക് പരത്തിയെടുത്തത്. ഇനി കൂടുതൽ പരത്തിയെടുക്കണ്ട, ഇത്രയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സാമ്പാർ പൊടി ഇട്ട് വെച്ച ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിക്സാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ സാമ്പാർ പൊടി അടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലൊന്ന് പരത്തിയെടുക്കാൻ തരത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സാമ്പാർ പൊടിയുടെ മിക്സ് ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി സാമ്പാർ പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല എടുക്കാം കേട്ടോ. ചിക്കൻ മസാല ആയാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ നമ്മളിതുപോലെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റും. അതല്ലെങ്കിൽ കറി കൂട്ടിയിട്ടൊന്ന് കഴിക്കാം കേട്ടോ. കറി കൂട്ടി ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ ഒപ്പം ചേരും. ഇപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പില ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്, മല്ലിയില നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായി തൂവി കൊടുക്കാം. ഇതും കൂടി ഇതിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നല്ല മണമാണ് നമ്മുടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ചെറുതായിട്ടൊന്ന് തൂവി കൊടുത്താൽ മതി, കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഈ മടക്കിയെടുത്ത ഈ പുറത്ത് നമുക്ക് സാമ്പാറിൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ മാത്രം തേച്ച് കൊടുത്താൽ മതി, ഇനി തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അങ്ങോട്ടും മടക്കിയെടുക്കാം. നമ്മൾ ഒരുപോലെ ഷേപ്പിൽ പരത്തിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മളിത് മടക്കിയെടുക്കുമ്പോൾ ഒരേ ഷേപ്പിൽ ചതുരത്തിൽ കിട്ടിക്കോളും. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെയും കുറച്ച് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് വെറുതെ ഒന്ന് തടവിയെടുത്താൽ മതി, കൂടുതലൊന്നും തടവിയെടുക്കണ്ട. ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഹാർഡായി പോവാണ്ടിരിക്കാനാണ് നമ്മളിതുപോലെ തടവി. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഞാനിത് സ്പീഡിൽ കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് പതിയെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ, വേഗത്തിൽ പരന്ന് കിട്ടും. എന്നിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ മിക്സ് നമുക്ക് ഇതിൽ നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക രണ്ട് സൈഡിലേക്കും. അപ്പോൾ ഞാൻ വേഗത്തിൽ കാണിച്ചു തരാണ് കേട്ടോ, വീഡിയോ നല്ല ലെങ്ത് ആവാണ്ടിരിക്കാനാണ്. ഇപ്പോൾ ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെടുത്തിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ഒരു നമ്മളെ കുഴലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി ഉരുട്ടി കൊടുത്താൽ മതി. പൊട്ടിപ്പോകൊന്നുമില്ല, കനലാണ്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഞാൻ അത്യാവശ്യം കനലാണ്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നല്ല ബബിൾസായിട്ട് പൊള്ളച്ച് വരുമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളിത് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തതുകൊണ്ട് ഞാൻ മല്ലിയിലയുടെ തണ്ടൊക്കെ അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇത് നല്ലോണം ബബിൾസായിട്ട് എങ്കിലും നല്ല ലെയറോട് കൂടി കിട്ടും. പിന്നെ ഇത് നമുക്ക് വെക്കും തോറും നല്ല സോഫ്റ്റ് ആയിരിക്കുക ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് വെഴുകിയിട്ട് വരെയും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, നല്ല ലെയറോട് കൂടി ഇരിക്കും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ അതാ നമ്മളിതുപോലെ രണ്ടെണ്ണം നമ്മളിതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് പാൻ വെച്ച് കൊടുത്തിട്ട് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ബബിൾസ് വരുന്നുണ്ട്, പക്ഷെ നല്ലോണം പൊന്തി വരുന്നില്ല എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിത് നല്ലോണം കനം കുറച്ചിട്ടല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, അതുകൊണ്ടും ആയിരിക്കും. പിന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എണ്ണയുടെ അംശത്തിൽ കുറവുണ്ട് തോന്നുകയെന്ന് വെച്ചാൽ ഒന്ന് ഇതുപോലെ ഒന്ന് എണ്ണ തൂവി കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് ഞാൻ എല്ലാ ഭാഗത്തൊന്നും ആക്കണില്ല, കുറച്ചൊന്നാക്കി കൊടുക്കണേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ മൈദയും ഗോതമ്പും ഒക്കെ ചേർത്തുകൊണ്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് അത് വയറിന് ഇതാവും. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. പിന്നെ പാൻ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് നമ്മൾ കൂടുതൽ നേരം ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോകും ചെയ്യും. അപ്പോൾ അതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതേപോലെ ഇത് എല്ലാ സമയത്തും നല്ല സോഫ്റ്റിലിരിക്കും. ഞാൻ എല്ലാതും കുറേ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഒന്നിച്ച് കൂട്ടി ഞാനിത് അതുപോലെ പിടിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, അത്രയും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമുക്കിത് വെറുതെ കട്ടൻ ചായയുടെ ഒപ്പം ഇതുപോലെ കഴിക്കാൻ പറ്റും. അതല്ല, ഇതിലേക്ക് ഏത് കറി വേണമെങ്കിലും ചേരും കേട്ടോ. മീൻ കറി ഉണ്ടെങ്കിൽ, ഞാൻ കുട്ടികളൊക്കെ ഇത് മീൻ കറി കൂട്ടിയിട്ടാണ് കഴിച്ചത്. എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാനിതാ ഇതുപോലെയാണ് കഴിച്ചത്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ലെയറുമാണ്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതുപോലെ നല്ല ലെയറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എപ്പോഴും ഒരുപോലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആവും ചെയ്യും. കുട്ടികൾക്ക് നല്ല ഇഷ്ടത്തോടെ കഴിക്കാനും പറ്റും കേട്ടോ. വലിയവർക്കും കഴിക്കാൻ പറ്റും. കണ്ടല്ലോ, നല്ല ലെയറുണ്ട്, അതേപോലെ നല്ല സോഫ്റ്റുമാണ്. ഇത് ഇരിക്കും തോറും നല്ല സോഫ്റ്റ് ആയിരിക്കുക എന്നല്ലാണ്ട് ഹാർഡായി പോകില്ല കേട്ടോ. അപ്പോൾ അതാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.